മർക്കസില് നമ്മള് ഇപ്പൊ എന്റെ ബാച്ചിൽ 300 ചില്ലാനം കുട്ടികളുണ്ടായിരുന്നു. 2007 ബാച്ച്. അന്ന് പല ക്ലാസ്സുകളും ഇപ്പൊ നല്ല ക്ഷീണമുണ്ട്, ഒന്നിച്ചിരിക്കുക, ഹൈറ്റ് കുറഞ്ഞ ബിൽഡിങ്, നല്ല ക്ഷീണമൊക്കെ ഉള്ള സമയം. പക്ഷെ എനിക്ക് തീരെ ഉറക്കു വരാത്തൊരു ക്ലാസ് അതിന്റെ ക്ലാസ്. എനിക്ക് മാത്രമല്ല, അതിൽ തുടങ്ങിയ അവസാനം വരെ മുഴുവനായിട്ടും ശ്രദ്ധിക്കുകയും നോട്ട് ചെയ്യുകയും ചെയ്യും. അതിന്റെ ഒരു പോയിന്റ് മാത്രം ഞാൻ ഇപ്പൊ സൂചിപ്പിക്കും. ഒന്ന് അത് ക്ലാസ്സിൽ പറയും. ഇതിൽ 3 പോയിന്റ്, ചിലപ്പോൾ 3 പോയിന്റ് പിന്നെ ഉണ്ടാക്കലായിരിക്കും. പക്ഷെ ആ 3 പോയിന്റ് എന്ന് പറയുന്നതോടുകൂടെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്ന അറിയാം, അലേർട്ടഡ് ആയി. ഇതുപോലെ ക്ലാസ്സിൽ ഓരോ ദിവസവും അതിന്റെ മുസ്ലിം അത് ഭയങ്കര ആകർഷണീയമായിരുന്നു. അത് വല്ലാത്തൊരു ആനന്ദമായിരുന്നു. ഇൻഷാ അതുപോലെ നമുക്ക് ഇത്തിബായ് ചെയ്യാൻ പറ്റുന്ന എന്തൊക്കെ ഉപയോഗിക്കാം എന്നത് വളരെ നല്ല ഒരു തർത്തീബിൻ്റെ ഭാഗമാണ് ട്രെയിനിങ് എന്നത്. ട്രെയിൻ നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ അത് വരി വരിയായി ഒന്നിൻ്റെ പിന്നാലെ മറ്റൊന്ന് ആ ക്രമത്തിൽ ആണ് ട്രെയിൻ സംവിധാനിച്ചിട്ടുള്ളത്. അത് തന്നെയാണ് ട്രെയിനിങ്ങിലും ഉള്ളത്. ഒന്നിൻ്റെ പിന്നാലെ റൂട്ട് തെറ്റാതെ വഴി പിരിഞ്ഞു പോകാൻ കഴിയാത്ത രൂപത്തിൽ കണക്റ്റഡ് ടു ഈച്ച് അതർ, ഒന്ന് മറ്റൊന്നിനോട് കണക്റ്റ് ചെയ്തുകൊണ്ട് ഉള്ള ഒരു സഞ്ചാരം, അതാണ് ട്രെയിനിങ്. അതിൽ നാം ഉദ്ദേശിക്കുന്ന പോയിന്റിലേക്ക് കാര്യങ്ങൾ എത്തുകയും ലക്ഷ്യം നേടുകയും ചെയ്യും. നമുക്ക് വിഷൻ വേണം, മിഷനും വേണം. അധ്യാപകർക്ക് വിഷൻ വേണം, മിഷനും വേണം. മുതഅല്ലിമീങ്ങൾക്ക് വിഷൻ വേണം, മിഷനും വേണം. സംഘടനാ പ്രവർത്തകർക്കും ബദരിയയുടെ നടത്തിപ്പുകാർക്കും എല്ലാവർക്കും അത് രണ്ടും വേണം. ഒന്ന് വിഷൻ എന്ന് പറഞ്ഞാൽ നാം ഉദ്ദേശിക്കുന്ന, ഫോക്കസ് ചെയ്യുന്ന ടാർജറ്റിനാണ് വിഷൻ എന്ന് പറയുന്നത്. മിഷൻ എന്ന് പറയുന്നത് ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ ഏതെല്ലാം മാർഗങ്ങൾ അവലംബിക്കേണ്ടതുണ്ട്, അതിനാണ് മിഷൻ എന്ന് പറയുക. അപ്പോൾ നമുക്കൊരു വിഷൻ ഇവിടെ ആദ്യമേ ഉണ്ട്. ഇസ്ലാമിൻ്റെ വിഷൻ എന്താണ് എന്ന ഒരു ചോദ്യം ചോദിച്ചാൽ ഈ ഇരിക്കുന്ന ഓരോരുത്തരും നൽകുന്ന മറുപടി വ്യത്യസ്തമായിരിക്കും. എന്തിനാണ് ഇസ്ലാം ആയത്, എന്തിനാണ് ദർസ്, എന്തിനാണ് മദ്രസ, എന്തിനാണ് പള്ളി ദർസ് എന്ന ചോദ്യത്തിനുള്ള ഒരു ഉത്തരം എല്ലാവരുടെ കയ്യിലുണ്ട്. അതിൻ്റെ ഒരു ഉത്തരം ഒരാൾ പറയും സഅദത്തു ദാറൈനിയാണ് അല്ലേ, 2 ലോകത്തിൻ്റെ വിജയം. പരലോകത്തിൻ്റെ വിജയം മാത്രമല്ല, ഇവിടെയുള്ള വിജയവും. സൂറത്തുൽ ബഖറയിൽ 201-ാം വാക്യത്തിൽ പറഞ്ഞതുപോലെ വമിനന്നാസി മൻ യഖൂലു റബ്ബന ആതിന ഫിദ്ദുനിയ വമാ ലഹു ഫിൽ ആഖിറതി മിൻ ഖലാഖ് വമിൻഹും മൻ യഖൂൽ റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ ഉലൈക ലഹും നസീബും മിമ്മാ കസബു വല്ലാഹു സരീഉൽ ഹിസാബ്. രണ്ടും നമ്മുടെ സഅദത്ത് ദാറൈൻ, 2 ലോകത്തിൻ്റെ വിജയം. ഇവിടെ വിജയിക്കണം, അവിടെയും വിജയിക്കണം. അദ്ദുനിയ മസ്റഅത്തുൽ ആഖിറ. ഇവിടെ കൃഷി ചെയ്യുക, അവിടെ കൊയ്തെടുക്കുക. അപ്പോൾ ഇവിടെ കൃഷിസ്ഥലം ഉണ്ടായാലേ കൃഷി ചെയ്യാൻ പറ്റൂ. ഇവിടെ കൃഷി സ്ഥലം മാത്രം പോരാ, വിത്ത് വേണം. വിത്ത് മാത്രം പോരാ, വെള്ളം വേണം, വളം വേണം, കർഷകനും വേണം. ഇവരെല്ലാവരും കൂടി ചേർന്നുകൊണ്ട് അവിടെ കൃഷി ഇറക്കിയാൽ അതിൻ്റെ ഗുണങ്ങൾ മൻകാന യുരീദുൽ ആജിലത അജ്ജൽനാ ലഹു ഫിഹാ മാ നശാ വമൻ അറാദൽ ആഖിറത സഅ ലഹാ സഅയഹാ വഹുവ മുഅ്മിനുൻ ഫൗലൈക കാന സഅയുഹും മസ്കൂറ. സൂറത്തുൽ ഇസ്രായിൽ. ആരാണോ ദുനിയാവ് ഉദ്ദേശിക്കുന്നത്, വി വിൽ പ്രൊവൈഡ് ഇറ്റ് ഫോർ ഹിം, അത് അവന് കൊടുക്കും. ആരാണ് ആഖിറത്തെ ഉദ്ദേശിക്കുന്നത്, വസഅ ലഹാ സഅയഹാ, ആഖിറത്തിൻ്റെത് കിട്ടണമെങ്കിൽ ഒരു നിബന്ധന ഉണ്ട്. വസഅ ലഹാ സഅയഹാ,
അത് കിട്ടാൻ ആവശ്യമായ രൂപത്തിലുള്ള പരിശ്രമങ്ങൾ നടത്തുകയും ചെയ്താൽ, എന്നിട്ടാണ് ഫൗലായിക്ക കാന ജസാഉഹും മഷ്കൂറ, അല്ലേ? കാന സഅയുഹും മഷ്കൂറ. അപ്പോൾ നമ്മളെ വിഷൻ സഅദത്തുദ്ദാറൈനിയാണ്. അത് നമ്മൾ ഉറപ്പിച്ച് വെക്കുക, എല്ലാ സ്ഥലത്തും പറയാം. അത് ദിവസം എന്തിനാണ്? 2 ലോകത്തിൻ്റെ വിജയമാണ്. പരലോകത്ത് രക്ഷപ്പെടാൻ ഇവിടെ വിജയങ്ങളൊന്നും ഉണ്ടാവില്ല. ഇവിടെ ഒരു യാചകനായി മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടൊക്കെ ജീവിക്കേണ്ടി വരും എന്ന് തോന്നിപ്പോയാൽ മുത്തഅല്ലിമീങ്ങൾ പിന്നെ ഓതൂല. ഇവിടെ കഷ്ടപ്പെടാൻ ആർക്കൊണ്ടും കഴിയില്ലല്ലോ. പരലോകം കിട്ടാൻ വേണ്ടി കഷ്ടപ്പെടാം, ഓക്കെ. അല്ലാത്ത കഷ്ടപ്പാട് വേണ്ട. 2 ജാതി കഷ്ടപ്പാടുണ്ട്. ഒന്ന്, പരലോകത്ത് വിജയം കിട്ടാനുള്ള കഷ്ടപ്പാട്. അത് ഒരു പരീക്ഷ എഴുതി ജയിക്കാൻ ആവശ്യമായ പരിശ്രമങ്ങൾ പോലെ. അപ്പോൾ ചിലപ്പോൾ ഉറക്കൊഴിയേണ്ടി വരും, അല്ലേ? പല ടൈമൊക്കെ തെറ്റേണ്ടി വരും. എന്നാലും അവസാനം പരീക്ഷയിൽ ജയിക്കുമല്ലോ എന്ന് കരുതിയിട്ടുള്ള അധ്വാനം, പരിശ്രമം ചെയ്യുകയിലെന്തിനേയും വശത്തിലാക്കാൻ കഴിവുള്ളവണ്ണം ദീർഘങ്ങളാം കൈകളെ നൽകിയത്രേ മനുഷ്യനെ പാരിൽ അയച്ചത് ഈശൻ എന്ന് പറഞ്ഞ ആ വരികളിലൊക്കെ ഉള്ള പരിശ്രമം, അതാണ് ഇസ്ലാം പറയുന്ന പരിശ്രമം. അല്ലാതെ തെർക്കുദ്ദുനിയ അല്ല. ദുനിയാവിനെ ഒഴിവാക്കാൻ പറഞ്ഞിട്ടില്ല. ദുനിയാവിന് സുഹുദുണ്ട്. സുഹുദിൻ്റെ മേന എന്താണ്? ദുനിയാവും ആഖിറവും തമ്മിൽ സംഘർഷം ഉണ്ടാകുമ്പോൾ ആഖിറത്തിന് വേണ്ടി ദുനിയാവിന് പരിക്കേറ്റാലും വിരോധമില്ല എന്ന ചിന്ത, അതാണ്. ദുനിയാവ് പൂർണ്ണമായിട്ട് ഒഴിവാക്കിയല്ല. അപ്പോൾ അതൊരു വിഷൻ നമുക്ക് മുഅല്ലിമീങ്ങൾക്ക് വേണം. ബദരിയക്കൊരു വിഷനുണ്ട്. ആ വിഷൻ നേടിയെടുക്കാൻ എന്തെല്ലാം വേണോ അതൊക്കെ പ്ലാൻ ചെയ്യുക എന്നുള്ളതാണ് ഈ ട്രെയിനിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലേ? അതാണ്. അത് ആവണം എന്നാണ് ഞാൻ പറഞ്ഞത്. ആണോ എന്നുള്ള ചോദ്യമല്ല, ശരിയല്ലേ? ചോദ്യത്തിൻ്റെ ആവശ്യമല്ല. എന്താണോ നമുക്ക് ലക്ഷ്യമുണ്ട്, ആ ലക്ഷ്യം നമുക്ക് നേടണം. അത് 10 കൊല്ലം കൊണ്ട് ആണ് ഒരു മുതഅല്ലിം ലക്ഷ്യം നേടുന്നത്. 10 കൊല്ലം കൊണ്ട് സഖാഫി ആയി, അല്ലെ വേറൊരു ബിരുദധാരിയായി പുറത്തിറങ്ങലോടുകൂടി അവൻ്റെ ആ ഒരു ലക്ഷ്യം പൂർത്തിയാവും. എന്നാലും പിന്നെ അവിടെ ബാക്കിയുണ്ട്. ഏത്? സഅദത്തുദ്ദാറൈൻ്റെ ഒരു ചെറിയൊരു ജുസയിലേ അവൻ എത്തിയിട്ടുള്ളൂ. ബാക്കിയുള്ള ജുസ് മുഴുവനും പൂർത്തിയാക്കിയാലേ പരലോകത്തുള്ള വിജയം കിട്ടും. അപ്പോൾ അതാണ് ഒന്ന്. രണ്ടാമത്തത്, ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ എന്തെല്ലാം മാർഗങ്ങൾ നാം സ്വീകരിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. അതാണ് ട്രെയിനിങ്ങിൽ പ്രധാനം. ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ ആവശ്യമായ കാര്യങ്ങളൊക്കെ നേടിയെടുക്കുക. അപ്പോൾ അതിൽ ഒന്നാമതായിട്ട് നമുക്ക് തസ്കിയത്തുൽ ഖൽബാണ് നമ്മൾ ആദ്യം അതിന് പറയാ. ദവാഉ, അല്ലേ? ഖൽബിൻ ഹംസത്തുൻ ഫതിലാവത്തുൻ ബിതദബ്ബുരിൽ മഅന വലിൽ ബത്നിൽ ഖല. പിന്നെ വഖിയാമു ലൈലിൻ വത്തളർറു ബിസ്സഹർ വമുജാലസാത്തു സാലിഹീനൽ ഫുളല, അല്ലെ? ഫുളല എന്ന് പറഞ്ഞെടുത്ത് ഉണ്ട്. ആദ്യം ഖൽബ് ശുദ്ധിയാക്കുക എന്നുള്ളതാണ് നമ്മളെ പഠിപ്പിക്കുന്ന നമ്മളും പഠിക്കുന്ന കുട്ടികളും രണ്ടും ഖൽബ് ശുദ്ധിയാവണം. പഠിക്കുന്ന കുട്ടികളെ ഖൽബ് ശുദ്ധിയാക്കാൻ ആണ് അവർക്ക് നൂറുൽ അബ്സാർ തുടങ്ങിയുള്ള കിതാബുകൾ. റിയാദുസ് സാലിഹീനാണ് ആ വിഷയത്തിൽ ഏറ്റവും ടോപ്പ് കിതാബ്. റിയാദുസ് സാലിഹീനിൽ ഹദീസും ഉണ്ട്, ഖുർആനും ഉണ്ട്, തസവ്വുഫാണ് കൂടുതലുള്ളത്. തസവ്വുഫിനെ വെച്ചുകൊണ്ടാണ് ആ കിതാബ് ജമാക്കിയത്. റിയാദുസ് സാലിഹീന് വലിയ ബഹുമാനാണ് അറബ് നാടുകളിലൊക്കെ. അതിൻ്റെ തെർത്തീബ് അങ്ങനെയാണ്. വലിയ തൗഫീഖുള്ള ആളല്ലേ ഇമാം. മക്കത്ത് തവാഫ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ കഅബയുടെ ചുറ്റും തവാഫ് ചെയ്യുന്നത് ആരാണ്, ഏതാണ് എന്ന് ചോദിച്ചാൽ അത് ഒന്ന് ഇമാം നവവിയുടെ ഈലാഹ്. ആ ഈലാഹിൻ്റെ ഷറഹാണ് ഇബ്നു ഹജർ എഴുതിയ ഷറഹുൽ ഈലാഹ് മനാസിക്കിൻ്റെ. അപ്പോൾ കഅബ തവാഫ് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആൾ ആരാണ്, അല്ലെങ്കിൽ വിഷയം ഏതാണെന്ന് ചോദിച്ചാൽ ഇമാമിൻ്റെ ഷറഹുൽ ഈലാഹാണ്. പിന്നെ ഷെയ്ഖുന ഉസ്താദിൻ്റെ അൽ ഹജ്ജ്, അത് കഅബയെ പലതവണ തവാഫ് ചെയ്തിട്ടുണ്ട്. തവാഫ് ചെയ്യുന്നവരുടെ കയ്യിലൊക്കെ ആ ബുക്ക് ഉണ്ടാകുമ്പോൾ അവരോടൊപ്പം ഈ കിതാബും തവാഫ് ചെയ്യല്ലോ. അപ്പോൾ നവഇമാമിൻ്റെ റിയാദുസ് സാലിഹീന് പോലെയുള്ള കിതാബുകളൊക്കെ ഈ തസ്കിയത്തുൽ ഖുലൂബിന് വേണ്ടിയുള്ളതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക്
അത് സിലബസിൽ പ്രധാനമായിട്ട് അത് ഉൾപ്പെടുത്തുക. ഏത് തസ്കിയത്തുൽ ഖൽബിൻ്റെ അത് ഉൾപ്പെടുത്തുക. ഇർഷാദുൽ യാഫി തന്നെ കിതാബുണ്ട്. ഇവിടെ നെടിയനാട് നമ്മളൊക്കെ പോകുന്ന കാലത്ത് ഒരു മറ്റേ എളേറ്റിൽ വട്ടോളിയിൽ ഉള്ള ഒരാളുണ്ടായി, പക്രൂട്ടിയിലാർ വഫാത്തായിപ്പോയി. പക്കൂട്ടിയുണ്ട്, പക്രൂട്ടിയുണ്ട്. വാപ്പയേക്കാൾ വയസ്സുള്ള ആളാണ് ആര്, ഈ പക്രൂട്ടി അലിയാർ. എൻ്റെ മൂപ്പരുടെ കിതാബ് അതാ പേര്, ഈ ഇർഷാദുൽ യാഫി. ഒരു സ്വന്തം ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ചെറിയ പ്രായം മുതൽക്കേ തസ്കിയത്ത് കിട്ടിയ ആളുകൾ പോലും പിന്നെ ആ ഇങ്ങനെ വർദ്ധിപ്പിച്ച് അതിൻ്റെ അളവ് വർദ്ധിപ്പിച്ചെടുക്കാൻ വേണ്ടി ഇങ്ങനെ അവർ പരിശ്രമിക്കുകയാണ്. എല്ലാ ദിവസവും വരും നസറാമ്പൾക്കും പരത്തും. അള്ളാഹു അവർക്ക് രണ്ടാൾക്കും മൗഫിറത്തും മർഹമത്തും നൽകട്ടെ. അപ്പോൾ മുതഅല്ലിമീങ്ങൾക്ക് ആ ഒരു ചിന്ത, കിബിർ ഇല്ലാത്ത, ഹസദ് ഇല്ലാത്ത, അതുപോലെ ഉജുബ് ഇല്ലാത്ത, അതുപോലെ ബിദ്അത്തിന്റെ ചിന്തയില്ലാത്ത, ശഹ്വത്ത് ഇല്ലാത്ത, പിന്നെ അതൊക്കെയാണ് ജാഹ് ഇല്ലാത്ത, ജാഹ് സ്ഥാനമാനങ്ങൾ ആഗ്രഹിക്കാത്ത, പണത്തോട് മഹബത്ത് ഇല്ലാത്ത ഒരു മാനസികാവസ്ഥ രൂപപ്പെടുത്തുന്നതിനാണ് തസവുഫ് എന്ന് പറയുന്നത്. അതൊക്കെ നമുക്ക് ആവശ്യമാണെങ്കിലും അതിന് വേണ്ടി കിടന്ന് മരിക്കരുത്. അതാ ഞാൻ പറഞ്ഞ മേന. അത് നമുക്ക് വേണ്ടതാണ്. ഈ പറഞ്ഞ മുഴുവൻ വേണം. എല്ലാ സാധനവും വേണ്ടി തന്നെ, ഈ എണ്ണിയതൊക്കെ. കിബിർ പോലും ചില സമയത്ത് വേണ്ടി വരും. ആരോട്? ഇനാദുള്ള ഒരാളോട്. അവൻ്റെ കിബിറുണ്ട്, ആ കിബിറിനെ തോൽപ്പിക്കാൻ വേണ്ടി ചിലപ്പോൾ ചിലപ്പോൾ എന്ത് ചെയ്യേണ്ടി വരും? ഒന്ന് വഴങ്ങാതിരിക്കേണ്ടി വരും. പക്ഷെ അത് അണുമണി തൂക്കവും പാടില്ല എന്ന് പറഞ്ഞ കിബിർ ഏത് കിബിറാണ്? അത് മറ്റേതാണ്. ഏത്? ഗംതുന്നാസും പിന്നെ ബത്തറുൽ ഹക്കും. അത് അണുമണി തൂക്കം പാടില്ല. ബാക്കി ഒന്ന് ചിലപ്പോൾ നമ്മൾ ലേശൊന്ന് ഉഷാറാവേണ്ടി വരും. അത് ലുഗത്തിൽ തക്കബുർ ആണെങ്കിലും അത് ഹഖീഖത്തിൽ അത് തക്കബുർ അല്ല. ഹസദ് പോലെ. ഹസദ് 3 ജാതിയാണെന്ന് ഗസാലിമാൻ പറഞ്ഞല്ലോ. ഒരു ഹസദ് ഏതാണ്? സവാലു നിഅമത്തിൻ്റെ മാനക്കുള്ള ഹസദ്. അത് പാടില്ല. മറ്റൊരാളുടെ നിഅമത്ത് നീ പോകണമെന്ന് ആഗ്രഹിക്കുന്ന അത് പാടില്ല, ഹറാമാണ്. പിന്നെ ഒന്ന് ഏതാണ്? സുന്നത്തുള്ളതുണ്ട്. ഏതാണ്? ഒരാൾ ധാരാളം ഖുർആൻ ഓതുന്നു, അതുപോലെ ഖുർആൻ ഓതാൻ എനിക്കും ആഗ്രഹമുണ്ടാവൽ. അത് സവാലു നിഅമത്തല്ല, മറിച്ച് റിബത്തത്ത് എന്ന് പറയുന്നതിന്. റിബത്തത്ത് എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ പോലെ നന്മയിൽ ആകാൻ ആഗ്രഹിക്കുക. അത് സുന്നത്താണ്. വേറൊന്നുണ്ട് ദുനിയാവിൻ്റെ വിഷയത്തിൽ ഉള്ള കൊതി. അത് മദ്മൂമാണ്. ഏത്? ഒരാൾക്ക് വലിയൊരു പുരയും കുടിയൊക്കെ ഉണ്ട്, അതുപോലത്തെ എനിക്ക് കിട്ടണം. അവിടെ ദീനിയായ ചിന്തകളൊന്നും അതിനോട് ഇടകലരാതിരിക്കുമ്പോൾ മദ്മൂമാണ്. ദീനിയായ ചിന്ത ഉണ്ടാവുകയാണെങ്കിൽ അതിന് കുഴപ്പമില്ല, ജായിസാണ്. അതേസമയം സവാലു നിയമത്തിൻ്റെ മാനക്കുള്ളത് തീരെ പാടില്ല. അപ്പോൾ ഹസദ് ഇങ്ങനത്തെ ഈ ദുർഗുണങ്ങൾ കുട്ടികളിൽ ഇല്ലാതാക്കണം. ഇപ്പം പുതിയ കുട്ടികളിൽ വളർന്നു വരുന്നൊരു മൈൻഡ് പണം ഉണ്ടാക്കാനുള്ള കുറുക്ക് വഴികളാണ് ഇപ്പം കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്.